നമുക്ക് ആരംഭിക്കാം. ഓം സ്വഹനാവതു സ്വഹനൗ ഭുനക്തു സ്വഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്മാദനീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ പ്രണാമം. 17 കഴിഞ്ഞ് 18 അല്ല, ഇനി 17 തുടങ്ങണോ സാർ? 17 തുടങ്ങാം. 17 തുടങ്ങണോ? നവമസ്കന്ധം അധ്യായം 17. ശ്രീ ശുകൗവാചാം യപുരൂരവപുത്ര ആയുസ്തസ്യ ഭവൻ ഫുദാഹ ഭുഷക്ഷത്രവൃദ്ധശ്ച രജീരംഭശ്ച വീര്യവൻ. പുരൂരവപുത്ര, പുരൂരവഫിന്റെ പുത്രൻ. ഞാൻ അത് പരമ്പര പറയാൻ പോവാ. ആയുഹു തസ്യ ഭവൻ ഫുദാഹ, ആയുഫാണ്, ആയുഫിന്റെ പുത്രന്മാരുണ്ടായി. നഹുഷഃ ക്ഷത്രവൃദ്ധശ്ച രജീരംഭശ്ച വീര്യവാൻ. നഹുഷൻ, ക്ഷത്രവൃദ്ധൻ, രജി, വീര്യവാനായ രംഭൻ എന്ന 4 പുത്രന്മാർ ആയുഫിനുണ്ടായി. യപുരൂരവപുത്ര ആയുസ്തസ്യ ഭവൻ ഫുദാഹ നഹുഷ ക്ഷത്രവൃദ്ധശ്ച രജീരംഭശ്ച വീര്യവാൻ. അനേന ഇതി രാജേന്ദ്ര ശൃണു ക്ഷത്രവൃദ്ധന്വയം. ക്ഷത്രവൃദ്ധഫുതഫ്യാഫൻ ഫുഹോത്രഫ്യാത്മജാസ്ത്രയഹം. അനേനാഹ എന്നുവെച്ചാൽ അനേനഫ് എന്നർത്ഥം. ഇതി രാജേന്ദ്ര, അനേനഫ് എന്ന ഹേ രാജേന്ദ്ര സംബോധനയാണ്. ആയുഫിന്റെ പുത്രനാകും. അനേന ശൃണു, ഹേ രാജേന്ദ്ര ശൃണു, കേട്ടോളൂ. ക്ഷത്രവൃദ്ധന്വയം, ക്ഷത്രവൃദ്ധന്മാരുടെ ആ കുലത്തെക്കുറിച്ച്, ആയുഫിന്റെ ക്ഷത്രവൃദ്ധനുടെ ആയുഫാണ്, ആയുഫിന്റെ കുലത്തെക്കുറിച്ച് പറയാൻ പോകുന്നു, കേൾക്കുക. ക്ഷത്രവൃദ്ധഫുതഫ്യാഫൻ ഫുഹോത്രഫ്യാത്മജാസ്ത്രയാഹ. ക്ഷത്രപുത്രനായ ഫുഹോത്രന് 3 പുത്രന്മാർ ഉണ്ടായി. അനേന ഇത് രാജേന്ദ്ര ശൃണു ക്ഷത്രവൃദ്ധന്വയം. ക്ഷത്രവൃദ്ധഫുതഫ്യാഫൻ ഫുഹോത്രഫ്യാത്മജാസ്ത്രയാം. അനേന ഇത് രാജേന്ദ്ര ശൃണു ക്ഷത്രവൃദ്ധന്വയം. ക്ഷത്രവൃദ്ധഫുതഫ്യാഫൻ ഫുഹോത്രഫ്യാത്മജാസ്ത്രയാം. കാശ്യ കുശോ ഗദ്ഫമദൈതി ഗദ്ഫമദാദഭൂത് ശുനക ശൗനകോയുഫ്യ ബഹുഹൃജപ്രവരോ മുനിം. ആ 3 പുത്രന്മാരെ കാശ്യൻ, കുശൻ, ഗദ്ഫമദൻ എന്നാണ് അവരുടെ പേര്. കാശ്യ, കുശോ, ഗദ്ഫമദൈതി. ഗദ്ഫമദാദഭൂത്, ഗദ്ഫമദിൽ നിന്നും ഉണ്ടായി. ശുനക, ശൗനക, യഫ്യ ബഹു ഋജപ്രവരോ മുനി. ഗദ്ഫമദിൽ നിന്നും ശുഗൻ എന്ന പുത്രനുണ്ടായി. അവന്റെ പുത്രനാണ് ധാരാളം മൃക്കുകളിൽ നിപുണനായ ശൗനകൻ എന്ന ഒരു മുനി. ശുനകന്റെ പുത്രൻ ശൗനകൻ എന്ന. കാശ്യ കുശോ ഗദ്ഫമദൈതി ഗദ്ഫമദാദഭൂത് ശുനക ശൗനകോ യഫ്യ ബഹുഋജപ്രവരോ മുനി. ബഹുഋജപ്രവര കുടിച്ചുമ്പോൾ ബഹുഋജപ്രവര എന്ന് വരും. കാശ്യഫ്യ കാശിഫ്തപുത്രോ രാഷ്ട്രോ ദീർഘതമപിത ധന്വന്തരി ദൈർഘതമ ആയുർവേദ പ്രവർത്തകം. കാശ്യഫ്യ, കാശിക്ക്, കാശ്യന്റെ പുത്രൻ കാശിയാണ്. കാശ്യന്റെ പുത്രൻ കാശി എന്ന്. കാശ്യഫ്യ കാശി തത്പുത്രോ രാഷ്ട്രോ ദീർഘതമപിത. അവന്റെ പുത്രൻ രാഷ്ട്രൻ, അവന്റെ പുത്രൻ ദീർഘതമഫ്, ദീർഘതമഫിന്റെ പുത്രൻ ധന്വന്തരി. ധന്വന്തരി ആയുർവേദത്തെ പ്രചരിപ്പിച്ചവന. ദൈർഘതമ ആയുർവേദ പ്രവർത്തക. കാശ്യപ്യ കാശിഫ്തപുത്രോ രാഷ്ട്രോ ദീർഘ. ഇത് ധന്വന്തരി ദൈർഘ്യതമ ആയുർവേദ പ്രവർത്തക. യജ്ഞഭഗുവാസുദേവാംശ തസ്മതമാത്രാർത്തിനാശനാം. തത്പുത്രകേതുമാനഫ്യ ജജ്ഞേ ഭീമരഥസ്തതാം. യജ്ഞഭഗു വാസുദേവാംശ, ധന്വന്തരിക്ക് യജ്ഞത്തിന്റെ ഭാഗം വിധിച്ചതുകൊണ്ട് വാസുദേവന്റെ അംശമായ ഇദ്ദേഹത്തിൽ മാത്രമാണ് രോഗപീഠകൾ നശിക്കാൻ കാരണമായത്. യജ്ഞഭുഗ് വാസുദേവാംശ, യജ്ഞത്തിന്റെ ഭാഗം കിട്ടുന്ന ആളാണ്, ഭഗവാന്റെ അംശമാണ്. സ്മൃതമാത്ര ആർത്തിനാശന, ഈ ധന്വന്തരിയെ കുറിച്ച് ഓർത്താൽ മതി, ദുഃഖം, രോഗദുഃഖം ഇല്ലാതാകുന്നതാണ്.
തത്പുത്ര കേതുമാൻ, അവന്റെ പുത്രൻ കേതുമാൻ. അഫ്യജജ്ഞെ ഭീമരഥസ്ഥത, അവന്റെ പുത്രൻ ഭീമരഥൻ എന്നിങ്ങനെ. വാസ്തവത്തിൽ ഇത് അമൃതമഥനത്തിലുണ്ടായ ധന്വന്തരി അല്ല, അത് വേറെയാണ്, ഇത് വേറെയാണ്, രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നർത്ഥം. അതുകൊണ്ടാണ് ഭഗവാന്റെ അംശാവതാരമായ മറ്റൊരു അവതാരമാണ് ധന്വന്തരി എന്ന് ഈ അവതാരം ധന്വന്തരിയാവുന്നു. യജ്ഞഭഗ്വാഫുദേവാംശസ്മതമാത്ര ആർത്തിനാശനാം തത്പുത്ര കേതുമാനഫ്യുജജ്ഞേ ഭീമരഥസ്തതാം ദിവോദാഫോ ദ്യുമാംസ്തസ്മാൻ പ്രദർദനൈതി സ്മൃത ഫയേവ ശത്രുജിത് വത്സ ഋതധ്വജൈതീരിതാം തഥാ കുവലയാശ്വേതി പ്രോക്തോ അളർക്കാദയസ്തതാം. ദിവോദാഫോ, ഭീമരഥന്റെ പുത്രനാണ് ദിവോദാഫൻ. ധന്വന്തരിയുടെ പുത്രൻ കേതുമാൻ, കേതുമാന്റെ പുത്രൻ ഭീമരഥൻ, ഭീമരഥന്റെ പുത്രൻ ദിവോദാഫൻ. ദിവോദാഫോ ദ്യുമാൻ, അവന്റെ പുത്രൻ ദ്യുമാൻ. തസ്മാത് പ്രദർദനൈതി സ്മൃത, അവന്റെ പുത്രൻ പ്രദർദനൻ. ശത്രുജിത്, ഋതധ്വജൻ, കുവലയാശ്വൻ എന്നുകൂടി 3 പേരും കൂടി അയാൾക്കുണ്ട്. ദ്യുമാന്റെ പുത്രൻ പ്രദർദനൻ, ആ പ്രദർദനന് ശത്രുജിത്ത് എന്ന് പേരുണ്ട്, ഋതധ്വജൻ എന്ന് പേരുണ്ട്, കുവലയാശ്വൻ എന്ന് പേരുണ്ട്. അവനിൽ നിന്നാണ് അളർക്കൻ മുതലായ രാജാക്കന്മാർ ജനിക്കാൻ കാരണമായത്. തഥാ കുവലയാശ്വേതി പ്രോക്തോ അളർക്കാദയസ്തത ദിവോദാഫോ ദ്യുമാംസ്തസ്മാത് പ്രദർദനൈതി സ്മൃതാം ഫയേവ ശത്രുജിത് വത്സ ഋതധ്വജൈതീരിതാം തഥാ കുവലയാശ്വേതി പ്രോക്തോ അളർക്കാദയസ്തതാം ദിവോദാഫോ ദ്യുമാംസ്തസ്മാത് പ്രദർദനൈതി സ്മൃതാം ഫയേവ ശത്രുജിത് വത്സ ഋതധ്വജൈതീരിതാ തഥാ കുവലയാശ്വേതി പ്രോക്തോ അളർക്കാദയസ്തതാം. ഷഷ്ടിവർഷഫഹസ്രാണി ഷഷ്ടിവർഷശതാനി ച നാളർക്കാത് അപരോരാജൻ മേദിനിം ബുഭുജേയുവാം. 60 വർഷഫഹസ്രാണി 66,000 സംവത്സരക്കാലം. 60 വർഷശതാനി ച 60 വർഷഫഹസ്രം 60,000, 60 വർഷശതം 66,000 സംവത്സരത്തോളം യുവാവായിട്ട് തന്നെ രാജ്യഭരണം നിർവഹിച്ച ആളാണ് ഈ അളർക്കൻ. അതിന്റെ ഇടയ്ക്ക് വെച്ച് മറ്റൊരു രാജാക്കന്മാരും രാജ്യം ഭരിച്ചില്ല. ഇത്രയും കാലം ഈ ഒരാൾ മാത്രമാണ് രാജ്യം ഭരിച്ചത്. 60 വർഷഫഹസ്രാണി 60 വർഷശതാനി ച ന അളർക്കാദപരോരാജൻ, അളർക്കനല്ലാതെ മറ്റു രാജാവ് ഉണ്ടായിരുന്നില്ല. മേദിനിയും ബുഭുജിയെ, യുവാവായിട്ട് മേദിനിയെ നന്നായി അനുഭവിച്ച ആളാണ്, ഭൂമി അനുഭവിച്ച ആളാണ് അദ്ദേഹം. 60 വർഷഫഹസ്രാണി 60 വർഷശതാനി ച അളർക്കാദപരോരാജൻ നാളർക്കാദപരോരാജൻ മേദിനിം ബുഭുജേയുവാം. അളർക്കാദ് സന്തതിസ്തസ്മാത് സുനീധോധഫുകേതനാം തന്മകേതുഫുതസ്തസ്മാത് സത്യകേതുരജായതാം. അളർക്കപുത്രന് സന്തതി എന്ന് പേരായി. അളർക്കന് ഇത്രയും കാലം കഴിഞ്ഞ പുത്രനുണ്ടായി. അളർക്കാദ് സന്തതി, അവന്റെ പേരും സന്തതി എന്ന് തന്നെയാണ്. തസ്മാത് ഫുനീധ, അവനിൽ നിന്നും ഫുനീധൻ ഉണ്ടായി. അവിടെ നിന്നും ഫുകേതൻ ഉണ്ടായി, ധർമ്മകേതു ഉണ്ടായി. അവന്റെ പുത്രൻ സത്യകേതുവായിട്ട് ജനിച്ചു, അജായത. അളർക്കാദ് സന്തതി തസ്മാത് ഫുനീതോധ ഫുകേതനാം ധർമ്മകേതുഫുതസ്തസ്മാത് സത്യകേതുരജായതാം. ധൃഷ്ടകേതുഫുതസ്തസ്മാത് ഫുകുമാരക്ഷിതീശ്വര വീതിഹോത്രഫ്യ ഭർഗോദോ ഭർഗഭൂമിരഭൂനൃവാം. ആ ധൃഷ്ടകേതുവിന്റെ പുത്രൻ, സത്യകേതുവിന്റെ പുത്രൻ ധൃഷ്ടകേതു, ആ ധൃഷ്ടകേതുവിന്റെ പുത്രൻ ഫുകുമാരൻ എന്നു പേരായ രാജാവ്, ഫുകുമാരക്ഷിതീശ്വര. ഫുകുമാരപുത്രൻ വീതിഹോത്രൻ, അവന്റെ പുത്രൻ ഭർഗൻ, ഭർഗന്റെ പുത്രൻ ഭാർഗഭൂമി എന്ന്. വീതിഹോത്രഫ്യ ഭർഗോ അതോ ഭാർഗഭൂമി അഭൂത് നൃപ, അതിൽ നിന്നും ഭാർഗഭൂമി എന്ന രാജാവ് ഉണ്ടായി. ധൃഷ്ടകേതുസ്തസ്മാത് സുകുമാരക്ഷിതീശ്വരാം വീതിഹോത്രഫ്യ ഭർഗോദോ ഭാർഗഭൂമിരഭൂനൃപാം. രംഭഫ്യരഭപുത്രോ ഗഭീരശ്ചകൃതുസ്തതാം തഫ്യക്ഷേത്രേ ബ്രഹ്മ ജജ്ഞേഷു വംശമനേന ഫാം. രംഭഫ്യ രഭപുത്ര,
അനന്തരം രംഭന്റെ വംശത്തെ കുറിച്ച് പറയാമാണ്. ഓരോരുത്തരുടെയും 4 പുത്രന്മാരും ഓരോരുത്തരുടെയും പറഞ്ഞു വരികയാണ്. രംഭന്റെ വംശത്തിൽ രംഭന് രഭഫൻ എന്ന പേരുള്ള പുത്രൻ, അതുപോലെ ഗഭീരൻ എന്ന് 2 പുത്രന്മാർ, രഭഫനെന്നും ഗഭീരെന്നും. ഗഭീരശ്ച രഭഫപുത്രോ ഗഭീരശ്ച ക്രതുസ്തത. ആ രഭഫനിൽ നിന്നും പിന്നെ ക്രതു ഉണ്ടായി. ക്രതുവിന്റെ ഭാര്യയിൽ ബ്രാഹ്മണ വംശം ജനിച്ചു. തസ്യ ക്ഷേത്രേ, ക്ഷേത്ര എന്ന് വെച്ചാൽ പത്നിയിൽ, ഭാര്യയിൽ, ജജ്ഞേ ശൃണു വംശം അനീനഫ. ആ ബ്രാഹ്മണ വംശം ജനിച്ചു. അതിൽ നിന്നും അനീനഫന്റെ വംശം ഇനി പറയാം, കേട്ടോളൂ. രഭവപുത്രോ ഗഭീരശ്ച ക്രതുസ്തതാം തസ്യ ക്ഷേത്രേ ബ്രഹ്മ ജജ്ഞേ ശൃണു വംശമനേനഫാം. ശുദ്ധസ്തതഃ ശുചിസ്തസ്മാൻ ധർമ്മഭാരതി തതശാന്തരയോ ജജ്ഞേ കൃതകൃത്യഃ ആത്മവാൻ. അനന്തരം ആയുഫിന്റെ പുത്രന്മാരെ കുറിച്ച് പറയാൻ പോവാണ്. ആയുഫിന്റെ കനിഷ്ഠപുത്രനായ അനേനഫ്, വംശം അനേനഫ. അടുത്താണ് പറയാൻ പോകുന്നത്, ഇനി കേട്ടോളൂ. അനേനഫിന്റെ വംശത്തെ കുറിച്ച് പറയാം. ആയുഫിന്റെ കനിഷ്ഠപുത്രൻ, ഇളയപുത്രനായ അനേനഫിന്റെ വംശം പറയുകയാണ്. അനേനഫിന്റെ പുത്രൻ ശുദ്ധൻ. അനേനഫ എന്ന് മുകളിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അടുത്തത് ശുദ്ധസ്തത. ആ ശുദ്ധനിൽ നിന്നും ശുചി ഉണ്ടായി. തസ്മാത് തൃക്കകുത്ത്, അവന്റെ പുത്രൻ ശുദ്ധനായി, ശുചിയായി. ആ ശുചിപുത്രന്റെ പേര് തൃക്കകുത്ത് എന്നാണ് പേര്. അവന് ധർമ്മഭാരതി എന്ന് ഒരു പേരും കൂടിയുണ്ട്. അതുകൊണ്ടാണ് തൃക്കകുത്ത് ധർമ്മഭാരതി എന്ന് ഒന്നിച്ച് പറഞ്ഞത്. തതശാന്തരയോ ജജ്ഞേ, അവന്റെ പുത്രനായിട്ട് ശാന്തരയൻ ജനിച്ചു. കൃതകൃത്യ ആത്മവാൻ, അവൻ മോക്ഷസാധനം സമ്പാദിച്ചുകൊണ്ട് കൃതകൃത്യനായി ആത്മസാക്ഷാത്കാരമുള്ളവനായി ഭവിച്ചു. അതുകൊണ്ട് അവൻ സന്താനം ഉണ്ടായില്ല. ശുദ്ധസ്തതഃശുചിസ്തസ്മാത് തൃകകുദ്ധർമ്മഭാരതി തതശാന്തരയോ ജജ്ഞേ കൃതകൃത്യ ആത്മവാൻ. രജേ പുത്ര രജേഃ പഞ്ചശതന്യാഫൻ പുത്രാണാമമിതൗജഫാം ദേവേരഭ്യർത്ഥിതോ ദിത്യൻ ഹത്വേന്ദ്രായ ദദാദിവം. ഇനി രജിയുടെ പുത്രന്മാരെ കുറിച്ച് പറയാം. മുമ്പ് 4 പേരുടെയാണ് പറഞ്ഞ്, അതിൽ ഓരോരുത്തരെയും പറഞ്ഞു വരികയാണ്. ഇനി രജിയിൽ നിന്നും രജേഹ് പഞ്ചശതാന്യാഫൻ, 500 പുത്രന്മാരുണ്ടായി. പുത്രാണാം അമിതൗജഫ, അമിതമായ പരാക്രമശാലികളായ 500 പുത്രന്മാരുണ്ടായി. ദേവൈഹി അഭ്യർത്ഥിതോ ദൈത്യാൻ, ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ട അവരെ അസുരന്മാരെ സംഹരിച്ച് ഹത്വ ഇന്ദ്രായ അദാദിവം. ഈ 500 പേരും കൂടി, രജിയുടെ പുത്രന്മാരായ 500 പേര് ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത് അസുരന്മാരെ തോപ്പിച്ച് ആ ദേവലോകം മുഴുവനും ഇന്ദ്രനായിട്ട് സ്വർഗത്തെ നൽകുകയും ചെയ്തു. അവർ രജേ പഞ്ചശതാന്യാഫൻ പുത്രാണാമമിതൗജഫാം ദേവൈരഭ്യർത്ഥിതോ ദിത്യൻ ഹത്വേന്ദ്രായാദാദിവം. ഇന്ദ്രസ്തസ്മൈ പുനർദത്വാ ഗൃഹീത്വാ ചരണൗ രജയും ആത്മാനമർപ്പയാമാസ പ്രഹ്ലാദാദ്യരിശങ്കിതാം. ഇന്ദ്രൻ തസ്മൈ അവനായിക്കൊണ്ട് പുനർദത്വ വീണ്ടും കൊടുത്തു, ഗൃഹീത്വ ചരണൗ രജേഹി രജിയുടെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഇന്ദ്രൻ അവനായിക്കൊണ്ട് കൊടുത്തു, ആത്മാനം അർപ്പയാമാഫ പ്രഹ്ലാദാദി അരിശങ്കിത. പ്രഹ്ലാദൻ മുതലായ ശത്രുക്കളിൽ നിന്നും, പ്രഹ്ലാദൻ അസുരവംശമാണ്, ദേവന്മാരുടെ എപ്പോഴും ശത്രുക്കളാണ്, ഭക്തനൊക്കെയാണ് ശരിയാണ്, എങ്കിൽ പോലും അവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടായേക്കാമോ എന്ന് ശങ്കിച്ചവനായ ഇന്ദ്രൻ സ്വർഗത്തെ രജിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. വാസ്തവ രജിയുടെ പുത്രന്മാരെ സ്വർഗം വീണ്ടെടുത്ത് ഇന്ദ്രന് കൊടുത്താണ്. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോ ഇന്ദ്രനൊരു പേടി, ഇനിയും എന്താ പ്രഹ്ലാദ വംശത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ വന്ന് തങ്ങളെ ആക്രമിക്കുമെന്ന്. അതുകൊണ്ട് ആ കിട്ടിയ സ്വർഗം രജിക്ക് തന്നെ വീണ്ടും കൊടുത്തു. ആത്മാനം അർപ്പയാമാസ, അവന്റെ ചരണങ്ങളെ പ്രാപിച്ച് ഇന്ദ്രൻ ആത്മരക്ഷാകാര്യത്തെ അവനിൽ ഏൽപ്പിച്ചു, ഇന്ദ്രന്റെ രക്ഷയെ ഏൽപ്പിച്ചു. കാരണം ശക്തനാണ് രജി എന്ന് ബോധ്യമായതുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിച്ചത്. ഇന്ദ്രസ്തസ്മൈ പുനർദത്വാ ഗൃഹീത്വാ ചരണൗരജേ ആത്മാനമർപ്പയാമാസ പ്രഹ്ലാദാദ്യരിശങ്കിതാം. ഇന്ദ്രസ്തസ്മൈ പുനർദത്വാ ഗൃഹീത്വാ ചരണൗരജേ ആത്മാനമർപ്പയാമാസ പ്രഹ്ലാദാദ്യരിശങ്കിതാം.
പിതരുപരതേ പുത്ര യാചമാനായ നോദതു ത്രിവിഷ്ടപം മഹേന്ദ്രായ യജ്ഞഭാഗൻഫമാദതു. പിതരി ഉപരതേ, രജി മരിച്ചു കഴിഞ്ഞപ്പോൾ, പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പുത്രാഹ, പുത്രന്മാർ യാചമാനായ നോദതു, അപ്പോൾ ഇന്ദ്രൻ വന്ന് സ്വർഗം തിരിച്ചു ചോദിച്ചു. പക്ഷെ പുത്രന്മാർ കൊടുത്തില്ല. യാചമാനായ ഇന്ദ്രായ നോദതു, ചോദിച്ചവനായ ഇന്ദ്രനായി കൊണ്ട് കൊടുത്തില്ല. എന്ത്? ത്രിവിഷ്ടപം, സ്വർഗം. മഹേന്ദ്രായ യജ്ഞഭാഗൻ സമാദതു എന്ന് മാത്രമല്ല, എന്താണ്? യജ്ഞഭാഗത്തെ, ഇന്ദ്രനായി കൊണ്ട് കൊടുക്കുന്ന ഈ യജ്ഞഭാഗത്തെ അവര് സ്വീകരിക്കുകയും ചെയ്തു. പിതര്യുപരതേ പുത്രായാജമാനായ നോദതു ത്രിവിഷ്ടപം മഹേന്ദ്രായ യജ്ഞഭാഗൻ സമാദതു. ഗുരുണാ ഹൂയമാനഗ്നൗ ബലഭിത് തനയൻ രജേ അവധീഭ്രംശിതൻ മാർഗം ന കശ്ചിദവശേഷിതാം. ഗുരുവായ ബൃഹസ്പതിയാൽ ഹൂയമാനെ അഗ്നവും, യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന അഗ്നിയിൽ ബലഭിത്ത് ഇന്ദ്രൻ തനയാൻ പുത്രന്മാരെ, രജേഹി തനയാൻ രജിയുടെ പുത്രന്മാരെ വധിച്ചു. ദേവഗുരുവായ ബൃഹസ്പതിയുടെ അനുഗ്രഹാശംസകളോടെ ആഭിചാര മന്ത്രം കൊണ്ട് ഇന്ദ്രൻ ഹോമാദികൾ നടത്തി. അങ്ങനെ സദാചാരം തെറ്റി നടക്കുന്ന രജിയുടെ പുത്രന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു. ഒന്നുപോലും അവശേഷിപ്പിച്ചില്ല. ഭ്രംശിതാൻ മാർഗാൻ, മാർഗത്തിൽ നിന്നും ശരിയായ മാർഗം വിട്ടുപോയവരായ അവരെ ന കശ്ചിത് അവശേഷിത, ഒരാൾ പോലും അവശേഷിക്കാത്ത മട്ടിൽ അവധീത്, കൊന്നുകളഞ്ഞു. ഗുരുണാഹൂയമാനേഗ്നൗ ബലഭിത്തനയൻ രജേൻ അവധീത് ഭ്രംശിതാൻ മാർഗാൻ ന കശ്ചിത് അവശേഷിത. ഗുരുണാഹൂയമാനേഗ്നൗ ബലഭിത്തനയൻ രജേൻ അവധീത് ഭ്രംശിതാൻ മാർഗാൻ ന കശ്ചിത് അവശേഷിത. കുഷാത് പ്രതിക്ഷാത്രവർത്ഥാത് സഞ്ജയസ്തത്ഫുതോജയാം തതകൃതകൃതഫ്യാപി ജജ്ഞേ ഹര്യശ്വകോ നൃപാം. ആ ക്ഷത്രവർത്ഥന്റെ പുത്രനായ കുശനിൽ നിന്നും പ്രതി എന്ന പേരായ പുത്രനുണ്ടായി. കുഷാത് പ്രതിഹി ക്ഷത്രവർത്ഥാത്, ക്ഷത്രവർത്ഥൻ ആയ ആ കുശനിൽ നിന്നും പ്രതി എന്ന പേരുള്ള ഒരു പുത്രനുണ്ടായി. അവനിൽ നിന്നും സഞ്ജയനുണ്ടായി. തത്ഫുതു ജയഹ, അവന്റെ പുത്രൻ ജയൻ. തതകൃതകൃതഫ്യാപി ജജ്ഞേ ഹര്യശ്വകോ നൃപ, അവനിൽ നിന്നും ജയനിൽ നിന്നും കൃതനുണ്ടായി. കൃതനിൽ നിന്നും ഹര്യശ്വനും ഉണ്ടായി. കുഷാത് പ്രതിക്ഷാത്രവർത്ഥാത് സഞ്ജയസ്തത്ഫുതോ ജയ തതകൃതകൃതഫ്യാപി ജജ്ഞേ ഹര്യശ്വകോ നൃപാം. സഹദേവസ്തോ ഭീമോ ജയഫേനസ്തത്ഫുതാം സംഗതിസ്തഫ്യ ക്ഷത്രധന്മാ മഹാരഥാം ക്ഷത്രവൃദ്ധാന്വയാ ഭൂപാ ശൃണുവംശശ്ച നാഹുഷൻ. ഹര്യശ്വകപുത്രൻ സഹദേവ ഹര്യശ്വന്റെ മുകളിൽ പറഞ്ഞ ഹര്യശ്വകോ നൃപ എന്നാ പറഞ്ഞു വെച്ചത്. ആ ഹര്യശ്വകന്റെ പുത്രൻ സഹദേവന്റെ പുത്രൻ ഭീമൻ. ഇതൊന്നും മഹാഭാരതത്തിൽ കാണുന്ന ആളുകളല്ല, പേരതാന്ന് മാത്രമേ ഉള്ളൂ. സഹദേവന്റെ പുത്രൻ ഭീമൻ, ഭീമന്റെ പുത്രൻ ജയഫേൻ, അതിന്റെ പുത്രൻ സംഗതി, അതിന്റെ പുത്രൻ ജയൻ. ക്ഷത്രധർമ്മ മഹാരഥ, അയാൾ ആ ജയൻ ക്ഷത്രധർമ്മത്തിൽ മഹാരഥനായ നിഷ്ഠയോടുകൂടിയവനായിരുന്നു. ഈ രാജാക്കന്മാരൊക്കെ ക്ഷത്രവൃദ്ധന്വയ ഭൂപാഹ, ക്ഷത്രവൃദ്ധത്തിന്റെ വംശത്തിൽ ജനിച്ചവരാണ് ഇവരെല്ലാം. ഇനിമേൽ ഞാൻ നഹൂഷന്റെ വംശപരമ്പരയെ കുറിച്ച് പറയാൻ കേട്ടോളൂ എന്ന് പറഞ്ഞ് ആ നഹുഷന്റെ കഥ വരെ എത്തുന്ന വംശപരമ്പരകളെ കുറിച്ച് ഒരു ഇടനിലയാണ് ഈ അധ്യായം. ഇനി നമുക്ക് വേണ്ടത് നഹുഷനിൽ നിന്നും യയാതി ഉണ്ടാകുന്നു. അതിൽ നിന്നും എന്താണ് പൂരുവംശത്തെ കുറിച്ച് പറഞ്ഞിട്ട് യദുവംശത്തിലേക്ക് കടന്ന് കൃഷ്ണാവതാരം പറയാനുള്ളൊരു പുറപ്പാടാണ്. അതിനുള്ള ഒരു വഴി ഒരുക്കി വെക്കുകയാണ് ഇതുവരെയായിട്ടും ചെയ്തത്. സഹദേവസ്തോ ഭീമോ ജയഫേനസ്തുതൽഫുതാം സംഗതിസ്തഫ്യ ജയ ക്ഷത്രധർമാ മഹാരഥാം ക്ഷത്രവർദ്ധന്വയോ ഭൂപാശ്നുവംശശ്ച നാഹുഷാൻ. അങ്ങനെ ഈ 17-ാം അധ്യായത്തില് ആ 4 രാജാക്കന്മാരുടെ വംശപരമ്പരകളെ കുറിച്ച് സൂചിപ്പിച്ച് അതവിടെ ഉപസംഹരിക്കലാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് നഹൂഷന്റെ വംശപരമ്പരയെ കുറിച്ചാണ്.
കാരണം ഇതുവരെ പുരൂരോസിന്റെ പുത്രനായ ആയുഷിൽ നിന്നുമുണ്ടായ നഹുഷൻ, പിന്നെന്താണ് രജി, രംഭൻ എന്നിങ്ങനെ ആയുഫ്, നഹുഷൻ, രജി, രംഭൻ ഇവരുടെ എല്ലാം കഥ പറഞ്ഞുകയും നഹുഷന്റെ കഥ പറയാൻ പോവാണ്. നഹുഷ വംശത്തെ, നഹുഷന്റെ പുത്രന്മാരെ കുറിച്ച് ഇനി പറയാൻ പോകാൻ അടുത്ത അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ഇത് വെറുതെ ചുമ്മാതെ പേര് വായിച്ചു വിടാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗതയിൽ പോകുന്നത്. കാരണം പ്രത്യേകിച്ച് അതൊന്നും പറയാനില്ല. വംശവും വംശപരമ്പരയും രാജാക്കണ്ണാന്റെ പേരും. ഈ പേരൊന്നും നമ്മൾ ഓർത്തിരിക്കാനൊന്നുള്ളതല്ല. പക്ഷെ അത് ചിലതൊക്കെ നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവും, ബാക്കി വിട്ടേക്കും. ഇനി നവമസ്കന്ധത്തിലെ 18-ാം അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ ശ്രീ ശുഗൗവാചാം യതറിയാതി സംയാതിരായതർവിയതി കൃതി ഷഡിമേ നഹുഷവ്യാഫന് ഇന്ദ്രിയാണീവ ദേഹിനാം. യതി, യയാതി, സംയാതി, ആയതി, വിയതി, കൃതി എന്ന് 6 പുത്രന്മാർ നഹുഷനുണ്ടായി. അത് 6 പേരും ഇന്ദ്രിയാണീവ ദേഹിന, ജീവാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ പോലെയാണ്. മനുഷ്യന് 5 ഇന്ദ്രിയവും മനസ്സുമുണ്ട്, 6 ഇന്ദ്രിയമുണ്ട്. ഈ 6 ഇന്ദ്രിയവും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ജീവാത്മാവെന്ന മനുഷ്യന്റെ പ്രവർത്തനം നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ 18-ാം അധ്യായത്തിലെ നഹുഷപുത്രനായ യയാതിയുടെ കഥ പറയുമ്പോൾ 5 പുത്രന്മാരിൽ കനിഷ്ഠൻ പിതാവിന്റെ ജരയെ സ്വീകരിച്ച കഥയൊക്കെ ഇനി വരാൻ പോവാണ്. അതിനു മുമ്പ് യതി, യയാതി, സംയാതി, ആയതി, വിയതി, കൃതി പേരിടുമ്പോൾ ഇന്നത്തെ പോലെ തന്നെ എപ്പോഴും ഒരേ പേരുകൾ ഇടാനുള്ള പ്രവണത എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിലുണ്ടായിരുന്നു. ഒരു രാജാവിന്റെ പുത്രന്മാരുടെ പേരാണ് യതി, യയാതി, സംയാതി, ആയതി, വിയതി. എല്ലാം ഈ ചേർത്ത പേരാണ്. ഒരാൾ മാത്രം കൃതി. ഇത്രയുള്ള വ്യത്യാസം. 6 പേര്. ഇവരെല്ലാം ഒരു ജീവാത്മാവിന് കണ്ണ്, മൂക്ക് മുതലായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കൂടി 6 ഇന്ദ്രിയം എങ്ങനെ സ്വാധീനമാണോ അതുപോലെ ഈ 6 പുത്രന്മാർക്കുമാരും രാജാവിന് സ്വാധീനമായിരുന്നു. നോക്കൂ, പറഞ്ഞ കേൾക്കാത്തവരല്ല, പിതാവിന് സ്വാധീനപ്പെടാത്തവരല്ല. ഇന്ദ്രിയങ്ങളുടെ ജീവാത്മാവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു അതുപോലെ 6 പുത്രന്മാർ കൊണ്ട് നിമിഷന് കൊണ്ട് ഈ നഹുഷൻ എത്ര ഗുണങ്ങൾ, അസദ്ഗുണങ്ങൾ ഉണ്ടായത്. ഇന്ദ്രിയങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ പറ്റിയത്. അതുപോലെയാണ് പുത്രന്മാരിൽ കൂടിയാണ് ഇതൊക്കെ നഹുഷൻ സാധിച്ചെടുത്തത്. യതർയയാതി സംയാതിരായതർവിയതി കൃതി ഷഡിമേ നഹുഷവ്യാഫന്നിന്ദ്രിയാണി ദേഹിനാം. രാജ്യം നൈച്ഛദ്യതി പിത്രാദത്തം തത് പരിണാമവിദ് എത്ര പ്രവിഷ്ട പുരുഷ ആത്മാനം നാവബുദ്ധ്യതേ. രാജ്യം രാജ്യത്തെ ആഗ്രഹിച്ചില്ല. യതി പിത്രാദത്തം തത് പരിണാമവിദ് അതിന്റെ പരിണാമം അറിയുന്നവനായ യതി പിതാവ് കൊടുത്ത രാജ്യത്തെ സ്വീകരിച്ചില്ല. മൂത്ത പുത്രനാണ് യതി. പേര് സൂചിപ്പിക്കുന്നവരെ തന്നെ സംയമനം സിദ്ധിച്ച് തപസ്സിന് യോഗ്യനായ ആളാണ് യതി. അതുകൊണ്ട് ആ യതി പിതാവ് കൊടുത്ത രാജ്യം സ്വീകരിച്ചില്ല. കാരണം രാജ്യം കൊണ്ടുണ്ടാകുന്നത് നരകാദികളായ ദുഃഖപ്രാപ്തി മാത്രമാണ് എന്ന് യതി ധരിച്ചു. പരിണാമവിത്ത്, രാജ്യം കിട്ടിയാൽ അതിന്റെ പരിണാമം എങ്ങനെയൊക്കെയാണ് യതിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് അത് സ്വീകരിച്ചില്ല. എത്ര പ്രവിഷ്ട പുരുഷ, യാതൊന്നിൽ പുരുഷൻ പ്രവേശിച്ച പുരുഷൻ ആത്മാനെന്ന അവബുദ്ധ്യത, രാജ്യത്തിലേക്ക് കടന്നുപോയാൽ പരമാത്മബോധം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എനിക്ക് രാജ്യത്തിലുള്ള താല്പര്യമില്ല എന്ന് തന്നെ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു. രാജ്യം നൈച്ഛദ്യതി പിത്രാദത്തം തത് പരിണാമവിത് എത്ര പ്രവിഷ്ട പുരുഷ ആത്മാനെന്നാവബുദ്ധ്യതി. നമുക്ക് രാജ്യഭരണത്തിൽ പിന്നെ ആത്മബോധം ഒട്ടും ഉണ്ടാവില്ല, മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. പിതരി ഭ്രംശിതേ സ്ഥാനാത് ഇന്ദ്രാണ്യാധർഷണദ്വിജൈ പ്രാപിതേജകരത്വമയി ഏയാതിരഭവൻ നിർവാം. പിതരി ഭ്രംശിതേ സ്ഥാനാത്, പിതാവ് സ്ഥാനത്ത് നിന്നും ഭ്രംശിതനായപ്പോൾ സ്ഥാനാത് ഇന്ദ്രാണ്യ ധർഷണദ്വിജൈ, ഇന്ദ്രാണിയാൽ ദ്വിജൈ ധർഷണാത്, ഇന്ദ്രാണിയുടെ പേരിലുണ്ടായ ധർഷണ ആഗ്രഹം,
ഇന്ദ്രാണിയുടെ പേരിലുണ്ടായ ആഗ്രഹം കൊണ്ട് പിതാവായ നഹുഷൻ ദ്വിജൈഹി ബ്രാഹ്മണാൻ ദ്വിജന്മാരെ കൊണ്ട് സ്ഥാനത്ത് നിന്ന് ഭ്രംശിപ്പിക്കപ്പെട്ടു. അങ്ങനെ അജഗരത്വം പ്രാപിച്ചു. അജഗരാവസ്ഥ പ്രാപിക്കപ്പെട്ടിരുന്നപ്പോൾ തന്നെ യയാതി നൃപഃ അഭവത്, യയാതി രാജാവായിട്ട് ഭവിക്കുകയും ചെയ്തു. നഹുഷൻ സംഭവിച്ച ഒരു അബദ്ധത്തെ കുറിച്ച് പറഞ്ഞാണ്. ആദ്യത്തെ പുത്രൻ രാജ്യം സ്വീകരിച്ചില്ല. അപ്പൊ പിന്നെ നഹുഷൻ തന്നെ രാജാവായി. അപ്പൊ നഹുഷന് ഇന്ദ്രാണിയിൽ ഒരു ചെറിയ മോഹം ഉണ്ടായി. ഒരു ദിവസം ഇന്ദ്രാണിയെ കണ്ടപ്പോൾ അപ്പൊ തന്നെ എന്താണ് ദ്വിജന്മാർ നഹുഷനെ ശപിച്ചു, പെരുമ്പാമ്പായി പോട്ടെ. അങ്ങനെ അദ്ദേഹം പെരുമ്പാമ്പായി തീർന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ആള് യയാതി രാജ്യഭരണം നിർവഹിച്ചു. ഇതിനൊരു പൂർവ്വകഥയുണ്ട്. അദ്ദേഹം പാമ്പായി തീർന്ന കഥയൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് ചോദിച്ചു പറഞ്ഞു വരുന്നുണ്ട് ആ കഥ. അപ്പൊ നമുക്കത് കഥയെക്കുറിച്ച് വിസ്തരിച്ച് പറയാം. നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം വൃത്രാസുര വധം കഴിഞ്ഞപ്പോൾ ആ കഥയും ചുരുക്കിയെന്ന് സൂചിപ്പിച്ചിട്ട് വാക്ക് എളുപ്പമുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കിടക്കുമ്പോൾ. വൃത്രാസുരവധം കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് ബ്രഹ്മഹത്യ എന്ന ഭാവമുണ്ടായി. ആ പാപത്തെ ഭയന്ന് ഇന്ദ്രൻ മാനസസരസിലെ താമര നാളത്തെ ആശ്രയിച്ച് താമരദളത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്നു. കാരണം അവിടെ ബ്രഹ്മഹത്യ ബാധിക്കില്ല എന്നൊരു വിശ്വാസത്താലാണ്. സ്വർണത്താമരകളാണ്. അതിന്റെ ദളത്തിന്റെ ഇടയ്ക്ക് ആരും അറിയാതെ ഇന്ദ്രൻ പോയി ഒളിച്ചിരുന്നു. അപ്പോഴാണ് ഇന്ദ്രനിലല്ലോ ഇന്ദ്രാണിയെ പ്രാപിച്ചു പോയവനായ നഹുഷന്റെ യോഗാദികളായ പ്രഭാവം കൊണ്ട് സ്വർഗം ധരിച്ചു. കുറച്ചുനാൾ നഹുഷൻ സ്വർഗത്തിന്റെ അധിപതിയായി. സമ്പത്ത്, ഐശ്വര്യം ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് പതുക്കെ മതമുണ്ടായി. ഞാനാണ് വലിയവൻ എന്ന് തോന്നൽ. അത് മറന്നിട്ട് ഇന്ദ്രാണിയോട് തന്റെ സമീപത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഇന്ദ്രാണി ഇത് ബൃഹസ്പതിയെ കാര്യം അറിയിച്ചു. ബ്രാഹ്മണരെ കൊണ്ട് തണ്ടെടുപ്പിച്ച് അതിലിരുന്ന് വന്നാൽ താൻ സമീപത്ത് വന്നുകൊള്ളാമെന്ന് എന്ന് പറയണം എന്ന് ബൃഹസ്പതി ഉപദേശിച്ചു. നമുക്കൊരു കടങ്കഥ പോലെയാണ്. ഇന്ദ്രാണി ബൃഹസ്പതിയോട് പറഞ്ഞു, ഇങ്ങനെ ആവശ്യപ്പെടുന്നു, ഞാൻ ചെന്ന് അദ്ദേഹത്തെ പത്നിയായിട്ട് സ്വീകരിക്കണം എന്ന് വേണം. അപ്പൊ പറഞ്ഞു, 4 ബ്രാഹ്മണരെ കൊണ്ട് ഒരു തണ്ടെടുപ്പിച്ചിട്ട് പല്ലക്ക് ചോപ്പിച്ചിട്ട് അതിൽ കയറിയിരുന്ന് ഇയാൾ വരാമെങ്കിൽ സ്വീകരിക്കാമെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ തന്നെ നഹുഷൻ സപ്തർഷികളെ കൊണ്ട് ഇത് ചുമപ്പിച്ചു. കൊണ്ട് തന്റെ പല്ലക്ക് ചുമപ്പിച്ചു. അതിലിരുന്ന് പോകുമ്പോൾ സപ്തർഷികളെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ആ 7 പേരല്ല, ഓരോരുത്തരാണ്. അതിൽ ഒരാളാണ് അഗസ്ത്യൻ. 4 പേര് മതിയായിരുന്നു. അഗസ്ത്യൻ താരതമ്യ നീളം കുറഞ്ഞ ആളാണ്. അപ്പൊ ഈ പല്ലക്കിന്റെ 2 തണ്ടുകളിൽ 4 പേര് തോളിൽ വെച്ച് വേണം എടുത്തുകൊണ്ട് പോകാൻ. അതിൽ ഒരാള് അഗസ്ത്യമുനിയായിരുന്നു. അദ്ദേഹത്തിന് നീളം കുറവാണ്. അപ്പം സഞ്ചരിച്ചു പോകുമ്പോൾ വേഗതയിൽ ഈ പല്ലക്ക് പോകാൻ പറ്റില്ല. 3 പേർക്ക് നല്ല നീളമുണ്ട്, ഒരാൾക്ക് നീളം കുറവാണ്. എത്തിച്ചേരിഞ്ഞേരിക്കുള്ളൂ. എന്നല്ല, അയാൾക്ക് നല്ല വണ്ണമുള്ള ആളാണ്. അതുകൊണ്ട് അയാൾ പതുക്കെ നടന്നു പോകുള്ളൂ. ഇത് കുറച്ചു സമയമായപ്പോൾ അകത്തിരുന്ന് നഹുഷന് ദേഷ്യം. നഹുഷൻ ഇയാളോട് പറഞ്ഞു, ഫർപ്പ എന്ന്. ഫർപ്പതി എന്ന് വെച്ചാൽ സഞ്ചരിക്കാതെ, വേഗന്ന് പോകൂ മലയാളത്തിൽ പറയുന്നതിന് സംസ്കൃതി പറയുന്നതാണ് ഫർപ്പ എന്ന. ഫർപ്പതി എന്ന് വെച്ചാൽ അർത്ഥം സഞ്ചരിക്കുക, പോവുക എന്ന അർത്ഥം. അതാണ് പ്രസരം എന്നൊക്കെ അങ്ങനെ വരാൻ കാരണം കൊണ്ടാണ് പ്രസർപ്പതിയാണ് പ്രസരമായി മാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാലുകൊണ്ട് ചവിട്ട് കൊടുത്തു അഗസ്ത്യൻ. അപ്പൊ അഗസ്ത്യൻ നേരെ തിരിച്ച് ശപിച്ചു, നീ ഫർപ്പമായി പോകട്ടെ എന്ന്. ഫർപ്പ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നീ ഫർപ്പമായി പോകട്ടെ എന്ന് മുനി ശപിച്ചു.
അങ്ങനെയാണ് ഇവിടെ നഹുഷൻ സർപ്പമായി മാറിയത്. അങ്ങനെ നഹുഷൻ സർപ്പമായപ്പോൾ രാജ്യം ഭരിക്കാൻ ആളില്ല വന്നപ്പോൾ അടുത്ത മകൻ യതി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ യയാതി രാജ്യം സ്വീകരിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞ കഥ. പിതരി ഭ്രംശിതേ സ്ഥാനാത് ഇന്ദ്രാണ്യാധർഷണാദ്വിജേ പ്രാപിതേ അജഗരത്വം വൈ യയാതിരഭവൻ നൃപാം. പിതരി ഭ്രംശിതേ സ്ഥാനാത് ഇന്ദ്രാണ്യാധർഷണാദ്വിജേ പ്രാപിതേ അജഗരത്വം വൈ യയാതിരഭവൻ നൃപാം. ചതഫൃഷ്വാദിശത് ദിക്ഷു ഭ്രാതൂൻ ഭ്രാതായ വീയഫാം കൃതദ്രോജുഗോപൂർവീം കാവ്യഫ്യ വൃഷപർവണം. ചതഫ്രഷു ആദിശത് ദിക്ഷു 4 ദിക്കുകളിലേക്ക് ഭ്രാതൃൻ സഹോദരന്മാരെ, യവീയഫഹ അനുജന്മാരായ സഹോദരന്മാരെ, ജ്യേഷ്ഠ സഹോദരൻ 4 ദിക്കുകളിലേക്കും പറഞ്ഞയച്ചു. കൃതദ്വാരോ ജുഗോപ ഉർവീം, ആ 4 ദിക്കിലെയും വാതുക്കൽ നിന്നുകൊണ്ട് അവിടെ കൃതദാരഹ ദാരസ്വീകരണം ചെയ്തവനായിട്ട് ജുഗോപ ഉർവീം, ജുഗോപ ഭരിച്ചു ഉർവി ഭൂമിയെ. കാവ്യസ്യ വൃഷപർവണ, അപ്പോൾ ശുക്രമഹർഷിയുടെയും വൃഷപർവാവിന്റെയും കന്യകമാരെ കല്യാണം കഴിച്ച യയാതി സർവഭൂമിയുടെ അധിപനായിട്ട് ഭരണം നടത്തി. ജ്യേഷ്ഠഭ്രാതാവായ യയാതി അനുജന്മാരായ 4 പേരെയും 4 ദിക്കിലേക്ക് ദിക്കിന്റെ പരിപാലനത്തിന് വേണ്ടി പറഞ്ഞയച്ചു. എന്നിട്ട് കാവ്യഫ്യ, കവി എന്നുള്ളതിന്റെ ഷഷ്ടിയാണ് കാവ്യഫ്യ. കാവ്യൻ എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യൻ. ശുക്രമഹർഷിയുടെയും വൃഷപർവാവിന്റെയും കന്യകമാരെ വിവാഹം കഴിച്ച് യയാതി സർവാധിപത്യത്തോടെ രാജ്യം ഭരിച്ചു. അവിടെ വാണു. ചതഫർഷ്വാദിഷു ഭ്രാതൂൻ ഭ്രാതായ വീയഫാം കൃതദ്വാരോ ജുഗോപൂർവ്യം കാവ്യഫ്യ വൃഷപർവണം. ചതഫർഷ്വാദിഷു ഭ്രാതൃൻ ഭ്രാതായ വീയഫാം കൃതദാരോ ജുഗോപൂർവ്യം കാവ്യഫ്യ വൃഷപർവണം. രാജോവാച, അപ്പ പരീക്ഷിത് ചോദിച്ചു, ബ്രഹ്മർഷിർ ഭഗവാൻ കാവ്യ ക്ഷത്രബന്ധുശ്ചനാകുഷ രാജന്ന വിപ്രയോ കസ്മാത് വിവാഹ പതിലോമക. ബ്രഹ്മർഷി ഹി ഭഗവാൻ കാവ്യ. ശുക്രമഹർഷി ബ്രാഹ്മണശ്രേഷ്ഠനാണ്, ബ്രഹ്മർഷിയാണ്. അസുരവംശത്തിന്റെ ആചാര്യനാണെങ്കിലും ബ്രഹ്മർഷിയാണ്. ബ്രഹ്മർഷി ഭഗവാൻ കാവ്യ, കാവ്യൻ ശുക്രമഹർഷി. ക്ഷത്രബന്ധുശ്ച നാഹുഷ, നഹുഷന്റെ പുത്രനായ യയാതി ക്ഷത്രിയനാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ വിവാഹം ആകാമോ? രാജന്യ വിപ്രയോഹോ കസ്മാത് വിവാഹ. രാജന്യനും വിപ്രനും തമ്മിൽ, രാജാവും ബ്രാഹ്മണനും തമ്മിൽ കസ്മാത് വിവാഹ, എന്തുകൊണ്ട് വിവാഹം ഉണ്ടാവും? അത് പ്രതിലോമക, അനുലോമമല്ല, അത് പ്രതിലോമമാണല്ലോ, ഇത് ശരിയാണോ എന്ന് ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് നീണ്ട കഥ പറയാൻ പോവാണ്. ആ കഥ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. കാരണം ഇന്നത് കഥ തുടങ്ങിയ ഇടയ്ക്ക് നിർത്തി പോകേണ്ട തീരില്ല. അതൊരു കഥയാത്രേ ഉള്ളൂ. ബ്രഹ്മർഷിർ ഭഗവാൻ കാവ്യ ക്ഷത്രബന്ധുശ്ചനാകുഷ രാജന്യ വിപ്രയോ കസ്മാത് വിവാഹ പ്രതിലോമക. ബ്രഹ്മർഷിർ ഭഗവാൻ കാവ്യ ക്ഷത്രബന്ധുശ്ചനാകുഷ രാജന്യ വിപ്രയോ കസ്മാത് വിവാഹ പ്രതിലോമക. ഇപ്പൊ പ്രതിലോമം, അനുലോമം അവരവരുടെ വംശത്തിൽ അവരവരുടെ വർണ്ണത്തിൽ നിന്നാണ് വിവാഹം കഴിയുന്നത്. ബ്രാഹ്മണനെ വിവാഹം കഴിച്ചാൽ അനുലോമം, ബ്രാഹ്മണൻ ക്ഷത്രിയനെ വിവാഹം കഴിച്ചാൽ പ്രതിലോമമാണ്, ക്ഷത്രിയനെ വിവാഹം കഴിച്ചാൽ അനുലോമമാണ്, ക്ഷത്രിയൻ ബ്രാഹ്മണനെ വിവാഹം കഴിച്ചാലും ക്ഷത്രിയൻ വൈശ്യനെ കഴിച്ചാലും പ്രതിലോമമാണ്. വിപരീത ദിശയാണ്. ഇത് ശരിയാണോ? ഇത് സ്മൃതി അനുസരിച്ച് ശരിയല്ല. ഇതെങ്ങനെ പറ്റി എന്ന് പരീക്ഷത്തിലൊക്കെ കയറി ചോദിച്ചു. അതിന്റെ മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്ന ദേവയാനിയുടെ ആ കഥ മുഴുവൻ വിസ്തരിക്കുകയാണ്. ശർമ്മിഷ്ഠയും ദേവയാനിയുടെയും കഥ നിങ്ങൾക്കറിയാവുന്ന കഥയാണ്.
പക്ഷെ മഹാഭാരതത്തിൽ പറയുന്നത് വിസ്തരിച്ച് പറയത്തില്ല, ചുരുക്കി മാത്രമേ ഇതിൻ്റെ അകത്ത് പറയുള്ളൂ. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറിവിടെ നമസ്കാരം സാർ. ഇവിടെ 17 ആ. തഥകൃത കൃതസ്യാപി ജജ്ഞേ ഹര്യക്ഷവോ എന്നാണോ? ഹര്യശ്വ ഹര്യസ്വ എന്നാണ്. ഇതില് ഹര്യവനോ എന്നാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചത്. ഹര്യസ്വ എന്നാണ്. താങ്ക് യു സാർ. ഓക്കെ സാർ. സംശയങ്ങളില്ലെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.